നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടി വരികയാണ്. മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരെന്നറിയും മുൻപ് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചരണം തുടങ്ങിയ മണ്ഡലമാണ് തൃശ്ശൂർ. ശക്തമായ ത്രികോണ പോരാണ്. പക്ഷേ അതിലൊരാളാണ് ഇടയ്ക്ക് വീണുപോയത്. പ്രതാപത്തോടുകൂടി നിന്ന പ്രതാപൻ അങ്ങ് പോയി. UDFിൻ്റെ പ്രതാപൻ അങ്ങനെ പിൻവാങ്ങി. പകരമെത്തിയ മുരളീധരൻ ഓടിയെത്താൻ ഇപ്പോൾ അല്പം വിയർക്കുകയാണ്. 2019 മുതൽ സുരേഷ് ഗോപി മണ്ഡലത്തിൽ സജീവമാണ്. രാജ്യസഭാംഗമെന്ന നിലയിൽ നിരവധി വികസന പദ്ധതികൾ കൊണ്ടുവന്നു. വ്യക്തിപരമായി ഒട്ടേറെ പേർക്ക് സഹായം നൽകി. സുരേഷ് ഗോപി തന്നെ NDA സ്ഥാനാർത്ഥി എന്ന് 2023 അമിത്ഷാ തൃശ്ശൂരിൽ നടന്ന പരിപാടിയിൽ സൂചന നൽകിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപേ സുരേഷ് ഗോപി പ്രചാരണവും തുടങ്ങി. ഒന്നാം റൗണ്ടിൽ കോഫി വിത്ത് SG എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വികസന ചർച്ചകൾ, രണ്ടാം റൗണ്ടിൽ ബൂത്ത് തല യോഗങ്ങൾ, മൂന്നാം റൗണ്ടിൽ വോട്ടഭ്യർത്ഥനയും റോഡ് ഷോയും. സുരേഷ് ഗോപിയുടെ പ്രചരണം സജീവമായത് കണ്ടാണ് മറ്റു മുന്നണികളും രംഗത്തിറങ്ങിയത്. സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കുമെന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നതോടെ TN പ്രതാപനും അങ്ങനെ കളത്തിലിറങ്ങി. സ്നേഹ സന്ദേശ യാത്ര എന്ന പേരിൽ മണ്ഡലത്തിൽ ഒരു വട്ടം പര്യടനം പൂർത്തിയാക്കി. ഇരുട്ടി വെളുത്തപ്പോഴാണ് ഹൈക്കമാൻഡ് ചുവട് മാറിയത്. പ്രതാപൻ അങ്ങനെ പുറത്തായി. മുരളീധരൻ സ്ഥാനാർത്ഥിയായി. എവിടെയും, അതായത് കേരളത്തിൻ്റെ തെക്കും വടക്കും ഓടി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് K മുരളീധരന്. വട്ടിയൂർക്കാവിൽ വിജയിച്ച് പ്രതാപത്തോടുകൂടി കാര്യങ്ങൾ ചെയ്ത് വട്ടിയൂർക്കാവിൽ ജനകീയനായി തീർന്നപ്പോഴാണ് ഇവിടെ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറ്റി. വളരെ മടിച്ചാണ് അവിടെ ചെന്നതെങ്കിലും അദ്ദേഹം അവിടെ ഒരു പൊളിറ്റിക്കൽ ഒന്ന് സെറ്റായി വന്നതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നു. ഇതിനിടയ്ക്ക് BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാനെന്നുള്ള പേരിൽ നേമത്ത് കൊണ്ടുവന്നിറക്കി. അപ്പം ഇങ്ങനെ എവിടെയും ഒരു രക്ഷകനായിട്ട് മുരളീധരനെ അങ്ങ് വിട്ടിരിക്കുകയാണ്. പാർട്ടി സംവിധാനത്തെ ആശ്രയിക്കാതെ സ്വന്തം പരിവാരങ്ങളുമായിട്ടാണ് മുരളീധരൻ്റെ വരവ്. തൃശ്ശൂരിൽ 98 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രവുമുണ്ട്. ഇപ്പോൾ പത്മജയുടെ BJP പ്രവേശനവും കാര്യങ്ങൾ മുരളീധരന് അത്ര അനുകൂലമല്ല. പതിഞ്ഞ താളത്തിലാണ് പ്രചരണം. ഒന്നാം റൗണ്ടിൽ ബിഷപ്പുമാരെയും സാമുദായിക നേതാക്കളെയും സന്ദർശിച്ചു. പാർട്ടി കൺവെൻഷനുകൾ പൂർത്തിയാക്കി. സംസ്ഥാനത്ത് LDFിൽ ആദ്യം പ്രചരണ രംഗത്തിറങ്ങിയത് VS സുനിൽകുമാറാണ്. സുരേഷ് ഗോപിയുടെ പ്രചരണം ശക്തമായതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് രംഗത്തിറങ്ങാൻ പാർട്ടി സുനിൽകുമാറിനോട് നിർദ്ദേശിച്ചത്. CPMൻ്റെ പ്രത്യേക അനുവാദവും വാങ്ങി. നിയോജക മണ്ഡലങ്ങളിൽ ഓട്ടപ്രദക്ഷിണമാണ് സുനിൽകുമാറിൻ്റെ പ്രചാരണ ശൈലി. ഒരു ദിവസം 2 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും എത്തും. പാർട്ടി പ്രവർത്തകരെ കാണും, വോട്ടർമാരെ കാണും, കൺവെൻഷനുകളിൽ പ്രസംഗിക്കും. CPI കേഡർമാർ അരയും തലയും മുറുക്കി രംഗത്തുണ്ടെങ്കിലും CPM കേന്ദ്രങ്ങളിൽ തണുപ്പൻ സമീപനമാണ്. അത് CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ CPMകാരെ അവിടെ നിന്നങ്ങ് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് CPM ജില്ലാ നേതൃത്വവുമായി അത്ര സുഖത്തിലായിരുന്നില്ല സുനിൽകുമാർ. തൃശ്ശൂർ, മണലൂർ, ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒല്ലൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. 7ഇടത്തും ഇടത് MLAമാരാണ്. എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് ശക്തമായ വോട്ട് നിലയും സംഘടനാ സംവിധാനവും. ഇതെല്ലാം മറികടന്ന് കോൺഗ്രസ് പലപ്പോഴും വിജയം കൈവരിക്കുന്നുണ്ടാവും. ഇതാണ് തൃശ്ശൂരിലെ പ്രവചനാതീതമായ ത്രികോണപ്പോരിൻ്റെ അടിസ്ഥാനം. തെരഞ്ഞെടുപ്പ് വിഷയങ്ങളേറെയാണ്. വികസനമാണ് ജനങ്ങൾക്ക് പ്രധാനം. LDFും UDFും മാറി മാറി ജയിച്ചിട്ടുണ്ട് പലവട്ടം. പക്ഷേ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറിയില്ല. LDFിൽ സ്ഥിരമായി CPI മത്സരിക്കുന്ന മണ്ഡലമാണ്. VV രാഘവനും CK ചന്ദ്രപ്പനും CN ജയദേവനും തൃശ്ശൂരിൽ നിന്ന് പാർലമെൻറ്റിലെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ PA ആൻ്റണി, PC ചാക്കോ, AC ജോസ് തുടങ്ങിയവരും തൃശ്ശൂരിൻ്റെ MPമാരായി. മാറ്റം വേണമെന്ന് പൊതുവെയുള്ള വികാരം.
സുരേഷ് ഗോപി അതിന് പറ്റിയ ആളാണ്. ജയിപ്പിച്ചാൽ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നതാണ് NDAയുടെ പ്രചാരണ വാചകം. ആ പ്രചാരണം ഗുണം ചെയ്യുന്നുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്ര നഗരിയുടെ വികസനവും, റെയിൽവേ വികസനം, കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടൽ, കാർഷിക സർവകലാശാലയുടെ ദാരിദ്ര്യവും പ്രാരാബ്ധങ്ങളും മുതൽ തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന പ്രതിസന്ധി വരെ ചർച്ചയാണ്. കൊണ്ടും കൊടുത്തും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും അങ്കത്തട്ടിൽ നിറയുമ്പോൾ തൃശ്ശൂർ പൂരത്തേക്കാൾ ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പ് പൂരത്തിന്.